ഹലോ മക്കളെ, എല്ലാവർക്കും റീബുക്ക് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി. ഇപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ക്ലാസ്സാണ്, അത് മാത്സ് ആണ് എടുക്കുന്നത്. കുറച്ച് സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഇന്നെടുക്കാൻ പോകുന്ന ബേസിക് സീരീസാണ്, അഥവാ മാത്സിൻ്റെ എല്ലാ ബേസും അത് ഈ നമ്മുടെ ബേസിക് സീരീസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിനു വേണ്ടി ഒരു പ്ലേലിസ്റ്റും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ 10ാം ക്ലാസ്സിലാണ്. മാത്സിൻ്റെ ബേസ് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പെടും. ഉറപ്പാണ് മക്കളെ. നിങ്ങൾക്ക് കൂട്ടാനറിയില്ല, കുറയ്ക്കാനറിയില്ല, അതൊക്കെ പ്രൈമറി സ്കൂളിലെ പഠിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് നമുക്കതെല്ലാം അറിയാം. പക്ഷേ ഇപ്പോൾ എല്ലാവർക്ക് ഈ നമ്മൾ 5 വരെ 6 വരെയൊക്കെ നന്നായിട്ട് പഠിച്ചതാണ് മാത്സ്. 7 നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ 8ലേക്ക് വന്നപ്പോൾ പിന്നെ എക്സും വൈയൊക്കെ വന്നു. അത് കാരണം ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ ഈ 7യുടെ ഈ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മക്കളെ, നിങ്ങൾ ബേസ് ലളിതമായി പഠിച്ചിരിക്കും. അഥവാ നമ്മുടെ SLC ബേസുകൾ ലളിതമായിട്ട് പഠിക്കാം ഈ ബേസിക് സീരീസ് പാർട്ട് 1-ലൂടെ. അപ്പോൾ നമ്മളിത് കുറച്ചായിരിക്കും ഇന്ന് പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സീരീസിലൊക്കെ കുറേയും പറയാം. ഓക്കെ, അപ്പോൾ കുറേ വീഡിയോസിനായി റീബുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേട്ടോ. അപ്പോൾ നമ്മുടെ റീബുക്ക് ചാനൽ പലർക്കും അറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. 9ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ ചാനലാണ് റീബുക്ക് എഡ്യൂക്കേഷൻ. ഇതിൽ നിങ്ങൾക്ക് ആപ്പിനെ പോലെ പറ്റിയിരിക്കുന്നു. ഇപ്പോൾ വേറെ വല്ല എഡ്യൂക്കേഷണൽ ചാനലൊക്കെ മിക്കവാറും അവർക്ക് ആപ്പുകളുണ്ട്. ഇതിന് ആപ്പില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ തന്നെ കാണാനാണ് ഞങ്ങൾ തോന്നുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ചിലപ്പോൾ പൈസ ഇല്ലാത്ത പിള്ളേർക്കൊന്നും ഇതേപോലെ ആപ്പിൽ പൈസ അടച്ച് കാണില്ല. അവർക്കെന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷ ടൈമാവും. ഒരു പരീക്ഷ ടൈമാകുമ്പോൾ അവർ യൂട്യൂബിൽ ക്ലാസ് ചെയ്യും. പക്ഷെ നമുക്ക് ഒരു ടൈമും ഇല്ല. ഏത് ഇതാണെങ്കിലും നമ്മൾ യൂട്യൂബിൽ ക്ലാസ് ചെയ്യും. ഏത് ടൈമാണെങ്കിലും നിങ്ങൾക്ക് ഓരോരോ ചാപ്റ്റേഴ്സ് ആണെങ്കിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളായിരിക്കും നമ്മൾ ഇടുന്നത്. ഇപ്പോൾ ഈ ബേസൊക്കെ നമുക്ക് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെയാണോ? സെറ്റാണോ? ഇവിടെ നല്ല മഴയുണ്ട്, അതുകൊണ്ട് ചെറിയൊരു ഒച്ചയുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യം 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് അരിത്തമെറ്റിക്സാണ്. അഥവാ പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതിൽ പ്ലസ് അറിയാം, മൈനസ് അറിയാം. പലർക്കും ഇപ്പോൾ ഇൻറ്റു അറിയില്ല, ഡിവിഷനാണ്. 10ാം ക്ലാസ്സിൽ ഇതൊന്നുമില്ലാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ, ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങൾ പേര്. ഓക്കെയാണോ? സെറ്റാണോ? മാറ്റാം. അപ്പോൾ സാറെന്തിനിപ്പോൾ വന്നതെന്ന് ചോദിച്ചത് ഞാൻ ബേസ് പഠിപ്പിക്കാനാണ് വന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റ് ബേസ് പഠിക്കാം. ഫസ്റ്റ് നമ്പേഴ്സ്. ഓക്കെ, എങ്ങനെയാണ് ഓരോരോ നമ്പേഴ്സ്? നമുക്ക് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരിത് നമ്മൾ തിരിക്കുകയാണ്. ഫസ്റ്റത്തെ നമ്പർ നാച്ചുറൽ നമ്പേഴ്സ്, അഥവാ എണ്ണൽ സംഖ്യകൾ. ഓക്കെ, അടുത്ത ഹോൾ നമ്പർ. അതിൻ്റെ മലയാളം എനിക്കറിയില്ല. അടുത്തത് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകൾ. അടുത്തത് ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ. ഇനി ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലസും മൈനസും വന്നതാണ്. ഇതിലൊക്കെ പ്ലസ് ചിഹ്നമുള്ള നമ്പേഴ്സ് ആയിരിക്കും. ഇൻഡിജേഴ്സിൽ മാത്രം പ്ലസും മൈനസുമുള്ള നമ്പേഴ്സ്. ഇനി
നമ്പറായ നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണ സംഖ്യകൾ എങ്ങനെയാണ് എന്താണ് എണ്ണ സംഖ്യകൾ എങ്ങനെയാണ് എഴുതുന്നത് നമ്മൾ പറയാം. ഓക്കെ, സെറ്റ് സെറ്റാണെങ്കിൽ സെറ്റും നമുക്ക് ലൈവ് ചാറ്റും ഓക്കെ ലൈവ് ചാറ്റ് ഉണ്ട്. നിങ്ങൾ ഒന്ന് ഓക്കെ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണുന്ന സംഖ്യ മലയാളത്തിൽ എന്താണ് പറയുക, നമ്മൾ എണ്ണുന്ന സംഖ്യ ഇങ്ങനെയാണ് 1 2 3 4 5 6 എക്സെട്ര അങ്ങനെ പോവാണ് നമ്മുടെ എണ്ണൽ സംഖ്യകളോട്. അടുത്തത് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ ഒരു 0 കൂടി ആയിരിക്കും. അഥവാ നമ്മുടെ എണ്ണ സംഖ്യകളുടെ കൂടെ ഒരു 0 കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താവും? 0 1 2 3 4 5 6 പിന്നെ അങ്ങോട്ട് അങ്ങനെ. അപ്പോൾ എണ്ണ സംഖ്യകളുടെ കൂടെ 0 ആഡ് ചെയ്യുമ്പോഴാണ് ഹോൾ നമ്പർ കിട്ടുക. ഈ ഹോൾ നമ്പറിൻ്റെ മലയാളം ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഓഡ് നമ്പർ. എന്താണ് ഓഡ് നമ്പർ? ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ എന്ന് പറയാം. ഒറ്റ സംഖ്യകൾ എന്ന് ആൾക്കാർ പറയും. മലയാളത്തിൽ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ 1 കഴിഞ്ഞ് 2 ആവുമ്പോഴായിരിക്കും എന്ത് ഒറ്റ സംഖ്യകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 3 5 7 9 അഥവാ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ 2 ഉണ്ട്. ഈ 2ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലാതെ എഴുതുന്ന നമ്പേഴ്സാണ് ഒറ്റ സംഖ്യകൾ. പിന്നെ ഇതിനൊന്നും വേറെ ഇതുണ്ടാവില്ല. ഇതിനെ പ്രൈം നമ്പേഴ്സൊന്നും വിളിക്കാറുണ്ട്. ഇതിനൊന്നും വേറെ ഇതിൻ്റെ 1 കൊണ്ടല്ലാതെ ഇതിന് ഗുണിച്ചാൽ കിട്ടില്ല. അതിനും കൂടി ഒറ്റ സംഖ്യകൾ എന്ന് പറയും. ഓക്കെ, 11 13 15 അങ്ങനെ പോകും. ഇനി ഈവൻ നമ്പേഴ്സ്. ഇത് എത്രാമത്തെ? ഇത് 3-ാമത്തെ, 4-ാമത്തെ. ഓക്കെ, ഈവൻ നമ്പേഴ്സ് ഞാൻ പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിളാണ്. 2 4 6 8 10 12 അങ്ങനെ ഇടുമ്പോൾ ഇനി എന്താണ് നമ്മളിപ്പോൾ ഒരു വര വരയ്ക്കുകയാണ്. അതിൻ്റെ നടുക്ക് നടുക്കൊക്കെ നമ്മൾ 0 ഇടുക. നടുക്കായിട്ട് 0 ഇടും. അത് കഴിഞ്ഞിട്ട് 1 2 3 4 5 വരെ നമ്മൾ -1 -2 ചൂട് ചെറുതാക്കാതെ -1 -2 -3 -4 നമുക്കിവിടെ 3 വരെ ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെയും 3 വരെ വറക്കുക. ഇവിടെ 3 വരെ ഒക്കെ ഉണ്ട്. അതിനുശേഷം കുറച്ച് ഓക്കെ
ഓ ഇതിൽ എന്താണ്, ഇതിൽ നമുക്ക് പ്ലസ് ചിഹ്നങ്ങളില്ല. ഇവിടെ പ്ലസ് ഉണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ഇടില്ല. പ്ലസ് ചിഹ്നത്തിലുള്ളതും മൈനസ് ചിഹ്നത്തിലുള്ളതും ഇവിടെ ഉണ്ട്. പ്ലസ് ചിഹ്നത്തിലുള്ളതും മൈനസ് ചിഹ്നത്തിലുള്ള നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നതാണ് ഇൻഡിക്കേഴ്സ്. അഥവാ 0-ൻ്റെ അപ്പുറത്തിലേക്കുള്ള നമ്പറും ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള നമ്പറും ഉണ്ട്. അപ്പോൾ മൈനസ് സൈനുള്ളതും പ്ലസ് ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട്. ഇതാണ് ഇൻഡിക്കേഴ്സ്. ഇത് നമ്മൾ കുറച്ച് സ്പീഡിൽ പോവുകയാണ്, കാരണം നമുക്ക് അധിക സമയമൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് കൂടുതലായി. ഓക്കെ, അരിത്തമെറ്റിക് ഇത് നമ്മൾ പെട്ടെന്ന് തീർക്കും. അപ്പോൾ ഇത് ബേസ് ചാപ്റ്റർ 1 ആണ്. ബേസിൻ്റെ പാർട്ട് 1 ആണ്. ഇനി പാർട്ട് 2 ഉണ്ട്, പാർട്ട് 3 ഉണ്ട്, അങ്ങനെ പോകും. ഓക്കെ, അരിത്തമെറ്റിക് നമുക്ക് ഫണ്ടമെൻ്റൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആയിട്ടാണ് പഠിക്കുക. മറ്റേ പ്ലസ്, സബ്ട്രാക്ഷൻ അഥവാ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അഥവാ കൂട്ടുക, കുറയ്ക്കുക, ഗുണനം, ഹരണം, ഒക്കെ ഹരിക്കുക. അപ്പോൾ പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ പറയാം. അഡീഷൻ അറിയാം, അഡീഷൻ അറിയാം, സബ്ട്രാക്ഷനും അറിയാം, മൾട്ടിപ്ലിക്കേഷനും അറിയാം, ഡിവിഷനും അറിയാം. അഡീഷനും സബ്ട്രാക്ഷനും അറിയാമെങ്കിലും പലർക്കും മൾട്ടിപ്ലിക്കേഷൻ ഇപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നോക്കി പഠിക്കുക. ഇനി പലവരും പറയും, സാറ് ഞങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ അറിയാം, പക്ഷേ പെട്ടെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക. ഞാൻ പറഞ്ഞു തരാതെ. ഓക്കെ, നിങ്ങൾ A4 ഷീറ്റ് പേപ്പർ എടുക്കുക. ഓക്കെ, അതിനുശേഷം ആദ്യം ഇത്രയും ഭാഗം, ആദ്യത്തെ പകുതിയോളം ഭാഗത്തും നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ എഴുതി പഠിക്കുക. ഓക്കെ, ഒരു പ്രാവശ്യം എഴുതി പഠിക്കാൻ ഇത്ര മതിയാവും. ഇവരെ എഴുതാം. ഈ രണ്ടാമത്തെ ഭാഗത്തുണ്ടല്ലോ, അവിടെയും രണ്ടാമത് എഴുതി പഠിക്കുക മൾട്ടിപ്ലിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മറുഭാഗം ഉണ്ടല്ലോ, ബാക്ക് സൈഡ്, ഇന്നൊരു ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ഇത് ഫ്രണ്ട് സൈഡാണ്. ഒരു മിനിറ്റ്, ഫ്രണ്ട് സൈഡാണ് കേട്ടോ, ഇത് ബാക്ക് സൈഡ്. ബാക്ക് സൈഡിൽ മാക്സിമം കണക്കുകൾ പഠിക്കുക. അഥവാ ഇപ്പോൾ 2 × 3 മാറിപ്പോയി 22 × 3 24 അങ്ങനെ ചെയ്യുക. നിങ്ങൾ തന്നെ ഇട്ടിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കും. തെറ്റാണോ? ആണെങ്കിൽ ഇനി നമുക്ക് ഡിവിഷൻ. പിന്നെ മൾട്ടിപ്ലിക്കേഷന് ടേബിൾ ഇട്ടുണ്ട്, ഡിവിഷനും ടേബിളും. ഡിവിഷൻ ടേബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, 1-നെ 1 ഹരിച്ചു കഴിഞ്ഞാൽ 1, 2-നെ 1 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 2, അങ്ങനെ പോകുന്നതാണ്. ഇതൊക്കെ 2-ൻ്റെ മൾട്ടിപ്ലിക്സാണ്. ഇതൊക്കെ 2-ൻ്റെ മൾട്ടിപ്ലിക്സാണ് അല്ലേ? ഇതൊക്കെ 3-ൻ്റെ മൾട്ടിപ്ലിക്സാണ്. ഇതൊക്കെ 4-ൻ്റെ മൾട്ടിപ്ലിക്സാണ്. മനസ്സിലായില്ലേ? അപ്പം എല്ലാത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷൻ ടേബിളും നമുക്ക് നോട്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ട് നമ്മൾ താഴെ, ഇതിൻ്റെ നോട്ട് നമ്മൾ താഴെ, ഞാൻ ഇത്ര എഴുതിയതിൻ്റെ നോട്ട് താഴെ ഒരു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ
ചാപ്റ്റർ ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ഇത്. ഇനി നമുക്ക് SSLCയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് അരിത്തമെറ്റിക് സീക്വൻസ്. അതുകൊണ്ടാണ് ഞാൻ ഈ അരിത്തമെറ്റിക്സ് പറയുന്നത്. അരിത്തമെറ്റിക്സിനെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് പഠിക്കാമെന്നുള്ളതാണ്. അങ്ങനെ എനിക്കത് പറയേണ്ട കാര്യം. അതിലൊരു ക്വസ്റ്റ്യനാണ് അരിത്തമെറ്റിക് സീക്വൻസിൽ ഏറ്റവും ബേസായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇത്രയും ബേസായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ പലരും എത്തില്ല. കാരണം എന്താണ്? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പലരും എഴുതില്ല. നമ്മൾ 9ാം ക്ലാസ്സിൽ ഇതിനൊരു രീതി പഠിച്ചു. ഇതിനെ ഇങ്ങനെ ഇടാണ് P of 3 P of x equal to 3x plus 2 ആണെങ്കിൽ P of 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യും 3 × 3 + 2 ഇങ്ങനെ ചെയ്യും. കിട്ടും 9 + 2. ഓക്കെ, 9 + 2 = 10 കിട്ടും. അങ്ങനെ കിട്ടും. ഇനി x3 = 3x + 2 എന്ന് 10ാം ക്ലാസ്സിലെ പിള്ളേർക്കോട് നോക്കി കഴിഞ്ഞാൽ അവരെഴുതും. ഫസ്റ്റ് = 9 + 2 = 11. അവർ പെട്ടെന്ന് എഴുതും. കാരണം അത് ഇവിടുത്തെ ബേസാണ്. അപ്പോൾ നമ്മൾ പോളിനോമിയൽസിൽ പഠിച്ചപ്പോൾ അവിടെ ഇതേപോലത്തെ ഇതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ബേസ് ക്വസ്റ്റ്യനാണ്, ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വാട്സപ്പിൽ. ഇനി നമുക്ക് 9ാം ക്ലാസ്സിൽ പഠിച്ച പോലെ 10ലും പോളിനോമിയൽസ് പഠിക്കാനുണ്ട്. പക്ഷെ അത് ഈ ഒരു ബേസ് വീഡിയോയിലല്ല, അടുത്തൊരു ബേസ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പോളിനോമിയൽസിൻ്റെ വളരെ ബേസായിട്ടുള്ളൊരു കാര്യങ്ങൾ പറയും. ഓക്കെ, അത് നിങ്ങൾക്ക് എത്ര ഉൾക്കൊള്ളാൻ പറ്റും എന്ന് വിശ്വസിച്ചുകൊണ്ട് SSLCയിലെ ഫസ്റ്റ് വീഡിയോ നമുക്ക് അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പറഞ്ഞില്ല വാട്സപ്പ് ചാനലിൻ്റെ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറുക, നോട്ട് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങളിത് കാണുന്നതും കണ്ടതിനും താങ്ക്സ്.